ഭക്തരുടെ വികാരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ജനസാഗരമെന്ന് കുമ്മനം രാജശേഖരൻ. ക്ഷേത്രഭരണം ഭക്തർക്ക് വിട്ടു നൽകണം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ചെറിയ ഭാഗം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഉന്നതർക്കും കവർച്ചയിൽ പങ്കുണ്ടെന്നും കുമ്മനം പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP നടത്തുന്ന രാപ്പകൽ സമരത്തിൽ 3-ാം ഗേറ്റിന് മുന്നിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിസ്ന സുരേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സെക്രട്ടേറിയറ്റിനു മുന്നിൽ മണിക്കൂറുകൾ നീണ്ടുനിന്ന സമരം ആവശ്യപരമായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. നിരവധി ഭക്തർ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ സമരമുഖത്തെത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെ കുമ്മനം രാജശേഖരൻ ചേരുന്നു. നിരവധി സ്ത്രീകൾ ഈ സമരത്തിൽ എത്തിയിരിക്കുന്നു. വെയിലും മഴയും ഒക്കെ മറന്ന് അവർ ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ് ഈ സമരരംഗത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അത്ര കണ്ട് അമർഷവും ദുഃഖവും പ്രതിഷേധവും അവർക്കുണ്ട്. സ്ത്രീകളെല്ലാവരും ഇത്രയധികം ത്യാഗം സഹിച്ച് അവിടെ എത്തണമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, അയ്യപ്പനാണ്. അവരുടെ രക്തത്തിൽ, അവരുടെ മജ്ജയിൽ, അവരുടെ മാംസത്തിൽ തുടിക്കുന്ന വികാരമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. അതിനെ നിഷേധിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അയ്യപ്പനെ നിഷേധിച്ചാൽ, അയ്യപ്പനെ ദ്രോഹിച്ചാൽ, അയ്യപ്പൻ്റെ സ്വത്ത് കട്ടുകൊണ്ടുപോയാൽ അവരൊക്കെ അനുഭവിക്കും. കാരണം അയ്യപ്പൻ സത്യമാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ എത്രമാത്രം ശബരിമലയോട് ഇത്രയധികം കാണിച്ചാലും ജനങ്ങൾ അതിന് ചുട്ട മറുപടി കൊടുക്കും. ജനങ്ങളെ വാസ്തവത്തിൽ ഈ കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാവില്ല. അവർക്കെതിരെ എന്ത് അടിച്ചമർത്തൽ നടത്തിയാലും ഇത് റബ്ബർ പന്ത് പോലെയാണ്. എത്ര ശക്തിയായിട്ട് അടിച്ചമർത്തിയോ അതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടുകൂടി തിരിച്ചു വരും. ഇത് സർക്കാരിൻ്റെ സഹായത്തോടുകൂടി നടത്തുന്ന സമരമല്ല. ഏതെങ്കിലും കോർപ്പറേറ്റ് ശക്തികളോ മുതലാളിമാരോ പണം തന്നിട്ട് നടത്തുന്നതല്ല. ഇത് സാധാരണക്കാരാണ്, പാവങ്ങളാണ്, അവർ നടത്തുന്ന സമരമാണ്. അതുകൊണ്ട് ശബരിമല ക്ഷേത്രത്തിൽ നടത്തുന്ന സമരം എന്ന് പറയുന്നത് ക്ഷേത്ര വിമോചനത്തിന് വേണ്ടിയാണ്. ക്ഷേത്രത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ എല്ലാ ചങ്ങലക്കെട്ടുകളും പൊട്ടിച്ചെറിയാനാണ്. അടിമത്തത്തിൻ്റെ ചങ്ങലക്കെട്ടുകളാണ്. പഴയ കാലത്തെ കാലഹരണപ്പെട്ടു പോയ നിയമമാണ് ഈ ദേവസ്വം നിയമം എന്ന് പറയുന്നത്. അതൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് കാലാനുസൃതമായി പുരോഗമനാത്മകമായി ഇവിടെ ഒരു ക്ഷേത്രഭരണ വ്യവസ്ഥിതി ഉണ്ടാകണം. അത് ഭക്തജനങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം. ഒരു കാര്യം കൂടി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അന്വേഷണം മുന്നോട്ട് പോകുന്നതായി തോന്നുന്നില്ലേ? അതെ, ഇനി നിരവധി ആളുകളുണ്ടല്ലോ. ഒരു ചങ്ങലയുടെ അറ്റത്താണ് കയറി പിടിച്ചിരിക്കുന്നത്. കണ്ണികൾ ധാരാളമുണ്ട്. ആ ചങ്ങലയുടെ അറ്റത്തൊരു വലിയ ആൾ കാണും. അന്ന് അത് അറ്റത്ത് ചെല്ലുമ്പോൾ ആ ആളിനെയും പിടികൂടും. എന്തായാലും കുമ്മനം രാജശേഖരൻ 3-ാം ഗേറ്റിന് സമീപത്തെ സമരമുഖത്ത് എത്തിയിരിക്കുന്നു. പ്രവർത്തകരൊക്കെ തന്നെയും വലിയ ആവേശത്തോടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് എന്ന് തന്നെയാണ്. ഓരോ പ്രവർത്തകരെയും അദ്ദേഹം അഭിവാദ്യം ചെയ്തു. വെയിലും മഴയും മറന്നുകൊണ്ട് ഈ സമരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ രഞ്ജിത്തിനോടൊപ്പം ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.